മാർച്ച് 14 സുവിശേഷ വഴികളിലൂടെ വിശുദ്ധ മത്തായി 18:23-35 സ്വർഗരാജ്യം അനന്തകാരുണ്യത്തിൻ്റെ ഇടമാണെന്നും കരുണ ലഭിച്ചവൻ ശിക്ഷിക്കപ്പെടുമെന്നും നമ്മെ ഓർമ്മപ്പെടുത്തുന്ന നിർധനനായ ഭൃത്യൻ്റെ ഉപമ. ലഭിച്ച കരുണ അപരനുമായി പങ്കുവയ്ക്കാതിരുന്നതിനാലാണ് സേവകൻ ശിക്ഷിക്കപ്പെടാൻ കാരണമായത്. രാജാവ് കാരുണ്യം കാണിച്ചപ്പോൾ സേവകൻ ലഭിച്ചത് പുതുജീവനാണ്. ദൈവം തന്നതെല്ലാം പങ്കുവയ്ക്കപ്പെടേണ്ടതാണ്. കാൽവരി കുരിശിലെ യാഗത്താൽ നമ്മുടെയെല്ലാം പാപങ്ങൾ അവിടുന്ന് ക്ഷമിച്ചിട്ടുണ്ട്. നമ്മോട് മറ്റുള്ളവർ ചെയ്യുന്ന അകൃത്യങ്ങൾ ക്ഷമിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ദൈവം നിന്നോട് കാണിച്ച അനന്തകാരുണ്യം അപരന് അനുഭവമാകേണ്ടിയിരുന്നത് നിൻ്റെ ക്ഷമാപ്രവൃത്തിയിലൂടെയാണ്. മറ്റുള്ളവരുടെ തിന്മകൾ ക്ഷമിക്കാൻ നമുക്കുള്ള കടപ്പാടിനെക്കുറിച്ചാണ് വചനം നമ്മോട് സംസാരിക്കുക. കാരുണ്യവാനായ യജമാനൻ്റെ മുഖം മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ കരുണയാൽ ഞങ്ങളെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ.